മിക്ക ആളുകളും ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രോബ്ലങ്ങൾ ഉണ്ടോ? ഭാഗ്യത്തിൽ വിശ്വസിക്കുക അല്ലെ? ഭാഗ്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കേസൊന്നല്ല. ഞാൻ എൻ്റെ ഒരു കഥ പറയാം. ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങി. അപ്പോൾ ഒരു 100 വീഡിയോ ഒക്കെ ആയപ്പോൾ അതിൻ്റെ ഒരു കമന്റ് ബോക്സിൽ ഒരാൾ മെസ്സേജ് ഇട്ട് എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന്. അയാളോട് ഞാൻ ആദ്യമൊന്നും പ്രതികരിച്ചിട്ടില്ല. പിന്നീട് വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങുമ്പോൾ വീണ്ടും കമന്റ് ബോക്സിൽ ഇയാൾ വീണ്ടും മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്കൊന്ന് കാണണം സാറിനെ എന്നൊക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എൻ്റെ ഐഡി അയാൾക്ക് കൊടുത്ത് അയാൾ എന്നെ കോൾ ചെയ്തു. അയാൾ എന്നോട് പറയും ഇന്ന ജില്ലയിലെ ഇന്ന സ്ഥലത്ത് വരണമെന്നൊക്കെ അയാൾ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് പോയി. അദ്ദേഹത്തിന് അവിടെ എത്തുമ്പോഴാണ് എനിക്കറിഞ്ഞത് അയാൾ വലിയൊരു ബിസിനസ് മാൻ ആണ്. വലിയ ഓഫീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. വലിയൊരു റിച്ച് മാൻ ആയിരുന്നു. അങ്ങനെ ഞാൻ അയാളുടെ ഓഫീസിലേക്ക് കയറി ചെന്ന് അയാളോട് ഒരുപാട് സംസാരിക്കുകയൊക്കെ ഉണ്ടായി. സംസാരിച്ചതിന് ശേഷം പിന്നീട് ലാസ്റ്റ് അദ്ദേഹം ചോദിക്കുന്നത് എനിക്ക് നിങ്ങളുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം എനിക്ക് ഒരുപാട് മൊബൈലുകൾ, ക്യാമറ, നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കൈമാറി. അതിനുശേഷം എന്നോട് ചോദിച്ചത് നിനക്ക് ബാധ്യതകൾ എന്തൊക്കെ ഉണ്ടോ എന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ലക്ഷങ്ങളുടെ കുറച്ച് കടങ്ങളും അങ്ങനെയുള്ള കുറച്ച് ബാധ്യതകളൊക്കെ ഉള്ളൂ. അതേ ഓൺ ദ സ്പോട്ടിൽ 50 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ നല്ലൊരു ജോലിയും എൻ്റെ ലൈഫ് സെറ്റിൽമെന്റ് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഓൺ ദ സ്പോട്ടിൽ എനിക്ക് ചെയ്തു തന്നു. ഇതുപോലെയുള്ള ഇല്ലേ നിങ്ങളും ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നത്? അതെ. നിങ്ങൾ രണ്ടുപേരും നടന്നു പോകുന്നു, അപ്പോൾ ഒരു ബാഗ് കിട്ടുന്നു, അതിൽ 1 കോടി രൂപ ഉണ്ടാവുന്നു, നമ്മൾ രണ്ടാളും ഷെയർ ഇട്ടെടുക്കുന്നു, അതിൽ നമ്മൾ വിജയിക്കുന്നു, നമ്മളെ ലൈഫ് സെറ്റിൽ ആവുന്നു. ഇങ്ങനെയല്ലേ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത്? അങ്ങനെ ഒരു ഭാഗ്യം ലോകത്ത് എവിടെയും ഇല്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോകത്ത് അങ്ങനെ ആരെങ്കിലും കൈപിടിച്ചുയർത്തിയിട്ട് അങ്ങനെ ലൈഫ് സെറ്റിൽ ചെയ്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഭാഗ്യത്തിൽ വിശ്വസിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ഇപ്പൊ യൂത്ത് നേരിടുന്നത് മടി. അതന്നെ, മടി, ലേസിനെസ് ആണ് ഇന്ന് യൂത്ത് ഏറ്റവും നേരിടുന്ന പ്രശ്നം. അതെന്തുകൊണ്ടാണ് വരുന്നത്? ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. കാരണം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ന് മണി ചാലഞ്ച് നല്ലോണം നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മളൊക്കെ കുറെ ആൾക്കാർ അക്കൗണ്ടുകളൊക്കെ ഫോളോ ചെയ്തിട്ട് അയാൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ. അയാള് വന്നോ വരില്ലേ അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷെ അയാൾ വരുന്നത് വരെയുള്ള അത്രയും സമയങ്ങളില്ലേ, അത് നമ്മൾ മടിയാണ്. മടി കാരണം നമുക്ക് പണിയെടുക്കാൻ മടിയുള്ളത് കൊണ്ടാണ് അത്രയും സമയം നമ്മൾ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നത്. APJ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം. അതുപോലെ തന്നെ ആയിരിക്കണം ഈ ഭാഗ്യം എന്നുള്ളത്. ഭാഗ്യത്തിൽ വിശ്വസിക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നമ്മുടെ കഴിവും അവസരവും രണ്ടും ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമുക്ക് കഴിവുണ്ടാവണം. കഴിവും സമയവും അതോ ഓപ്പർച്യൂണിറ്റിയും രണ്ടും ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമുക്ക് കഴിവുണ്ടാവണം. അവിടെയാണ് നിങ്ങളുടെ ഭാഗ്യം. അല്ലാതെ കഷ്ടപ്പെട്ട് ഉയർന്നു വന്നവനെ ഒന്നും നമ്മൾ നോക്കിയിട്ട് അവന്റെ ഭാഗ്യം തെളിഞ്ഞതാണ്, അതൊന്നും ഭാഗ്യം തെളിഞ്ഞൊന്നല്ല, അതവൻ അതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഗിവ് അവേ ഒക്കെ പിന്നിൽ നടക്കുമ്പോഴും ഇങ്ങനെ മണി ചലഞ്ചിന്റെ പിന്നിലൊക്കെ വെയിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ അതുവരെയുള്ള സമയവും അതുവരെയുള്ള ഊർജവും ഒക്കെ നഷ്ടപ്പെടുകയാണ്. അതേപോലെ നമുക്കും പുതിയ ഓപ്പർച്യൂണിറ്റിയും പുതിയ കഴിവും ഉണ്ടാക്കിയിട്ട് നമ്മളും ആ ഭാഗ്യത്തിലേക്ക് എത്തണം. അല്ലാതെ ജീവിതത്തിൽ ഒരാളും ഒരു മനുഷ്യനും നമ്മളെ കൈപിടിച്ച് ഉയർത്തൂല. ഇന്ന് നമ്മളെ കയ്യിൽ എന്തുണ്ടോ അതൊക്കെ നമ്മുടെ കഷ്ടപ്പാടിന്റെ ഫലല്ലേ. അപ്പോ ഇനിയും ജീവിതത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ കഷ്ടപ്പെടുക, അല്ലാതെ വേറൊന്നും വഴിയില്ല.